ട്രിവാൻഡ്രത്ത് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞൊരു ഷോ നടക്കുമായിരുന്നു. അപ്പോൾ അന്ന് ലാലു MG കോളേജിൽ, ഞാൻ ആർട്സ് കോളേജിലുമാണ്. അപ്പോൾ MG കോളേജിൽ മിക്സഡ് കോളേജാണ്, ആർട്സ് കോളേജ് മിക്സഡ് കോളേജാണ്. അപ്പോൾ MG കോളേജിലെ കുറേ കുട്ടികൾ പോയപ്പം ഞാൻ കമൻ്റ് അടിച്ചു. അപ്പോൾ എന്നെ അടിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഏരിയയിലോട്ടേ പോയിട്ടില്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് അവിടെ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അടി ബാക്കി നിൽപ്പുണ്ട്. കലക്കേട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ടൗൺ ഹാളിലൊരു ഗാനമേളയ്ക്ക്, അന്ന് ഈ ടെമ്പോ ട്രാവലിലാണ് യാത്ര ചെയ്യുന്നത്. എല്ലാവരും, ഓർക്കസ്ട്രയും ഓൾ ഗ്രൂപ്പ് പാടുന്നവരും എല്ലാവരും അതിനകത്താണ് യാത്ര ചെയ്യുന്നത്. തിരിച്ച് വരുന്ന വഴി നമ്മുടെ ആലപ്പുഴ എത്താറായപ്പോഴത്തേക്ക് നമ്മുടെ KSRTC ബസ് ഫ്രണ്ടിൽ ബ്രേക്ക് ചെയ്യും. ഞങ്ങളുടെ വാൻ ചെന്ന് അതിലിടിക്കുകയും ഞാൻ തെറിച്ച് വീണ് തലയിൽ ഇവിടെയൊക്കെ പൊട്ടിയിട്ട് കുറേ 6 സ്റ്റിച്ചൊക്കെ ആയിട്ട് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പം ആദ്യമായിട്ട് അവിടുത്തെ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മോഹൻലാൽ വിളിച്ചിരുന്നു. ആദ്യം വരുന്ന വിളിയാൻ. അതാണ് ബന്ധം. അത് ലാലിന് വലിയ ഓർമ്മയാണ്. വളരെ കാലത്തെ സൗഹൃദമാണത്. പിന്നീട് സിനിമയിലും തുടർന്നു അല്ലേ? സിനിമയിലും അങ്ങനെ തന്നെ ആയി. അല്ലാതെ ഞാൻ അഭിനയിക്കുന്നു, ശ്രീകുട്ടൻ പാടുന്നു, ഇത്രയും ആപ്റ്റായിട്ടുള്ളൊരു ശബ്ദം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചാണോ എന്ന് പോലും ആൾക്കാർ സംശയിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നന്ദി. അത് എനിക്ക് കിട്ടിയ എൻ്റെ ഭാഗ്യമാണ്. കാരണം ഞാനെന്നൊരു ഗായകൻ ഉടലെടുക്കാൻ, പാട്ട് എൻ്റെ ഫാമിലി മുഴുവൻ പാട്ടുകാരാണ് എങ്കിലും, കാരണം ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് അനുയോജ്യമായിട്ട് വന്ന ചിത്രം എന്ന ചിത്രത്തിൽ അതിലെ എല്ലാ പാട്ട് പാടാൻ എനിക്ക് സാധിക്കുകയും ആ പാട്ടുകളെല്ലാം കയറി ഹിറ്റാകുകയും അപ്പോഴാണ് കേരളത്തിലെ പ്രബുദ്ധരായ എല്ലാ മലയാളികളും ലാലുവിൻ്റെ ശബ്ദത്തിന് ഇണങ്ങുന്ന ശബ്ദമാണെന്ന് മുദ്ര കുത്തിയതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിത്രത്തിലെ ഒരു പാട്ട് നമുക്ക് പാടി നോക്കിയാലോ? ദൂരക്കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്കാൻ ഞാനിന്നെടുത്തു വെച്ച് എൻ്റെ വെറ്റിലത്താമ്പളത്തിൽ, ദൂരക്കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്കാൻ ഞാനിന്നെടുത്തു വെച്ച് എൻ്റെ വെറ്റിലത്താമ്പളത്തിൽ, ദൂരക്കിഴക്കുതിക്കിൻ മാണിക്കച്ചമ്പഴുക്കാൻ. ഒരു വയസ്സുള്ള അല്ലെങ്കിൽ 2 വയസ്സുള്ള പാട്ട് അക്ഷരം പറയാൻ പോലും സാധിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ശ്രീകുട്ടൻ്റെ പാട്ട് പാടുന്നു. മിനുങ്ങും മിന്നാ മിനുങ്ങേ പ്ലീസ് പാടിയുറക്കാൻ വരുമോ ചാരേ